പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് പിന്നെ ഒരു വചനം എടുക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കും. ഫിലിപ്പിയർ 3:14. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഫിലിപ്പിയർ ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർ ലേഖനം, പിന്നെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലോമിന്റെ ലേഖനം, ഇതെല്ലാം AD 58-നും 60-നും ഇടയിൽ റോമൻ കാരാഗ്രഹത്തിൽ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കർത്താവിന്റെ വചന നിമിത്തം കിടക്കുമ്പോൾ ചമച്ച വചനങ്ങളാണ് ഈ ഫിലിപ്പിയർ ലേഖനം. ഹല്ലേലൂയ. അപ്പൊ കാരാഗ്രഹ ലേഖനമാണെങ്കിൽ ഈ ലേഖനത്തിന്റെ പ്രത്യേകത 3-ന്റെ 1-ാമത്തെ വാക്യം വായിച്ചേക്ക്. 3-1. പ്രൈസ് ദി ലോർഡ്. 4-4 വായിച്ചേക്ക്. എവിടെ കിടന്ന് എഴുതണ? കഷ്ടത്തിലിരിക്കുമ്പോൾ, കാരാഗ്രഹത്തിലിരിക്കുമ്പോൾ പറയാ സന്തോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആർക്കാ പറ്റാ സന്തോഷിക്കാൻ കാരാഗ്രഹത്തിലിരിക്കുമ്പോ? പ്രൈസ് ദി ലോർഡ്. ആർക്കും പറ്റാത്തൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരിയല്ലേ സൗണ്ട്? ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ വായിച്ച വാക്യം അതിന്റെ 14-ാമത്തെ വാക്യമാണ്. 3-ന്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. പിമ്പിലുള്ളത് മറക്കണം. പിമ്പിലുള്ളത് മറക്കണം. ഉൽപ്പത്തി പുസ്തകം 19-ന്റെ 16-ഉം 17-ഉം വാക്യം വായിക്കുമ്പോൾ ലോത്തിനോടും തന്റെ ഭാര്യ മക്കളോടും ദൂതന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. പിമ്പിലുള്ളത് മറക്കണം, പിന്നോട്ട് നോക്കരുത്, മുന്നോട്ട് ഓടണം. പ്രൈസ് ദി ലോർഡ്. ദൂതൻ കാട്ടി തന്ന ആ പർവ്വതത്തിലേക്ക് ഓടണം. പിൻപിലുള്ളത് മറക്കണം, പിന്നോട്ട് നോക്കരുത്. പിൻപിലുള്ളത് മറക്കാൻ കഴിയാതെ പിന്നോട്ട് നോക്കിയപ്പോൾ ഉപ്പ് തൂണാവുമെന്ന് ദൂതൻ പറഞ്ഞില്ല. പക്ഷേ ഉപ്പ് തൂണായി ലോത്തിന്റെ ഭാര്യ. പ്രൈസ് ദി ലോർഡ്. നാം വിട്ടുപോകുന്നതിന് ഓർത്ത് കഴിഞ്ഞാൽ മടങ്ങിപ്പോകാനേ തോന്നുള്ളൂ. പക്ഷെ വിട്ടുപോകുന്നതിനെ മറക്കണം. ജോസഫ് തന്റെ പിതൃഭവനത്തിലെ തന്റെ സഹോദരന്മാർ ചെയ്തതും തന്റെ ജീവിതത്തിൽ വന്നതെല്ലാം മറന്നുകൊണ്ട് മൂത്ത മകനെ മനോശ എന്ന് പേരിടുമ്പോൾ ആ വാക്യം പറയണേ. ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 51. ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 51. പഴയ ഓർമ്മയൊന്നുമില്ല കേട്ടോ, എന്നാലും ഒന്ന് നോക്കി വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറക്കണം. വിട്ടുപോകുന്ന സഭയും സംഘടനയും അവിടുത്തെ കാര്യങ്ങളെയും നമ്മളോട് ചെയ്ത ദ്രോഹങ്ങളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ മറക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതെല്ലാത്തിനും പിറകിൽ പ്രവർത്തിച്ച ദൈവങ്ങളാണ്, മുഖാന്തരങ്ങളാണ്. ദൈവം ഒരുക്കുന്നത് മുഖാന്തരങ്ങളാണ്. ചുരുക്കി പറഞ്ഞാല് ഈ പ്രയാസങ്ങള്, പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, കഷ്ടങ്ങള്, ബുദ്ധിമുട്ടുകള്, ഞെരുക്കങ്ങളെല്ലാം ഈ ദൈവത്തിലേക്ക് വരുവാനുള്ള വഴിത്താരിയായിരുന്നു. പക്ഷെ ആ വഴി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആവുമ്പോൾ തിരിച്ചറിയുള്ളൂ. അതുകൊണ്ടല്ലോ 45-ന്റെ 5 ഉൽപ്പത്തി 45-ന്റെ 5 പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ എന്നെ വിറ്റതിന് ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ അയച്ചതാണ്. എപ്പോഴാ ഓർക്കാൻ പറയാൻ പറ്റിയ? അവസാനം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ തുടക്കത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. തുടക്കത്തിലുള്ള സാക്ഷിന് കേട്ടോ, കടം വന്നു, കഷ്ടം വന്നു, ബുദ്ധിമുട്ട് വന്നു, പ്രയാസം വന്നപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ട്രാക്ട് കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുവിശേഷം വന്നു, അങ്ങനെയാണ് വന്നതെന്ന്. പൗലോസും അങ്ങനെ തന്നെ ആദ്യം പറഞ്ഞു. ഡാമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ഞാൻ അങ്ങനെ പീഡിപ്പിക്കാൻ പോയപ്പോൾ ഒരു മിന്നലടിച്ചു, ഒരു ശബ്ദം കേട്ടു, അങ്ങനെ വന്നതെന്ന്. പിന്നീട് ലേഖനങ്ങൾ എഴുതി വന്നപ്പോ ലോക സ്ഥാപനത്തിന് മുമ്പേ ആക്കി. മനസ്സിലാവുണ്ടോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ എന്ന് ജെറാമിയെ കണ്ടപ്പോ ഇവിടെ പൗലോസ് പറയേ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഈ ലോകം ഉണ്ടാക്കും മുമ്പേ, മനുഷ്യനെ സൃഷ്ടിക്കും മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം വിശ്വാസത്താലാണ് സാധിക്കുള്ളൂ. വിശ്വാസത്താലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്.
വീണ്ടും ജനിച്ച് വിശ്വാസത്തിലാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ദൈവമക്കളാകുവാൻ കഴിഞ്ഞു. വിശ്വാസത്തിലാണ് നീതീകരണം നടക്കുന്നത്, വിശ്വാസത്തിലാണ് രക്ഷ നടക്കുന്നത്, വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാലാണ് ഫലം ഉണ്ടാകുന്നത്. അവിശ്വാസത്തിൽ ഒന്നും നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനിച്ച നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചു. യാക്കോബ് 1:18 വീണ്ടും സത്യത്തിന്റെയും സത്യത്തിന്റെ വചനത്താൽ അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരുന്നു. വീണ്ടും ജനിച്ച നമ്മുടെ ആത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിച്ച പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സത്യമാകുന്ന വചനം, സത്യമാകുന്ന യേശുവിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാണ് ആത്മാവിൽ സത്യത്തിലുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറഞ്ഞല്ലേ, ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷെ ആ കുഞ്ഞ് അമ്മിഞ്ഞപ്പാലിന് കരയണമില്ല, പാല് വേണമെന്ന് പറയുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ? ജനിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ കുഞ്ഞ് മരിച്ചിരിക്കുക. മരിച്ചു കുഞ്ഞിനെ എങ്ങനെ കരയാൻ പറ്റും, ചോദിക്കാൻ പറ്റും? പക്ഷെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ അന്നോട്ട് ആദ്യം അമ്മിഞ്ഞപ്പാല്, പിന്നെ അവിടെ നിന്ന് തുടർന്ന് അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം സംഭരിക്കുന്ന പോലെ വീണ്ടും ജനിച്ച് നാം ദൈവവചനത്തിന്റെ ഭക്ഷണത്താൽ തന്നെയാണ് പോഷണം ലഭിക്കുന്നത്. അതുകൊണ്ടാ മത്തായി 4:4 പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിലെ വായിൽ വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. അതുകൊണ്ട് ജെറമീയ 15:16 പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കണം. വചനം കണ്ടെത്തി ഭക്ഷിക്കണം. അപ്പൊ വചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും വചനം കണ്ടെത്തി ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം? വീണ്ടും ജനിച്ച് നമ്മള് സ്വർഗത്തിന്റെ മക്കളാണ്. സ്വർഗസ്നായ പിതാവിന്റെ മക്കളും സ്വർഗം എന്ന വീട്ടിലെ അവകാശികളും നിത്യതയ്ക്കുള്ള യാത്രക്കാരുമാണ്. അപ്പൊ ഈ ഓട്ടം യേശുവാകുന്ന വഴിയിലൂടെ പിതാവിലേക്കുള്ള ഓട്ടമാണ്, നിത്യതയിലേക്കുള്ള ഓട്ടമാണ്, സ്വർഗത്തിലേക്കുള്ള ഓട്ടമാണ്. അപ്പൊ എന്ത് ചെയ്യണം? എബ്രായർ 12:1 പറഞ്ഞ്, മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും വിട്ട് നമ്മുടെ ഓട്ടം ഓടണം. പക്ഷെ നമ്മുടെ ഓട്ടത്തിന് പലപ്പോഴും തടസ്സം എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, ഈ ഓട്ടക്കാരും നീന്തലുകാരും അധികം വസ്ത്രം ധരിക്കാറില്ല. അപ്പൊ ചോദിക്കുക, എന്താ വസ്ത്രം ധരിക്കാതെ? അത് ആ ഓട്ടത്തിനൊരു ഭാരമാകാതിരിക്കാൻ, നീന്തലിനൊരു ഭാരമാകാതിരിക്കാൻ. ഇതുപോലെ നമ്മളും ഭാര്യ, മക്കള്, കുടുംബം, ഇതും എല്ലാ ഭാരം തലയിലേറ്റ് കഴിഞ്ഞാല് നമുക്ക് ദൈവകാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. രാവിലെ തൊട്ട് കണക്ക് കൂട്ടും, വൈകുന്നേരം കിടക്കാൻ നേരത്ത് കണക്കൂട്ടി കിടക്കും. എന്നിട്ട് ലാസ്റ്റ് നേരം വിളക്കുമ്പോ ചെയ്യേണ്ട കാര്യം പിന്നെ ഉണരുമ്പോ പിന്നെയും കണക്ക് കൂട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്ത മുഴുവൻ എവിടെയാണ്? ഉയരത്തിലുള്ളതല്ല, സ്വർഗത്തിലുള്ളതല്ല, ഇവിടെ ഭൂമിയിലുള്ളതാണ്. ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോൾ എന്താണ്? എന്ത് തിന്നും, എന്ത് കൊടുക്കും, എന്ത് ധരിക്കും, എങ്ങനെ പോകുമെന്നാണ്. മോളെ കെട്ടിക്കേണ്ട കാര്യം, മോന്റെ കാര്യം, ആ കാര്യം. ഞാൻ പറയട്ടെ, ഞാൻ ജനിക്കും മുമ്പേ എന്റെ ഭാര്യയെ ദൈവം കണ്ടല്ലോ. ഞാൻ ജനിക്കും മുമ്പേ എനിക്കുണ്ടാകുന്ന മക്കളെ കണ്ടല്ലോ. എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മക്കളുടെ മക്കൾക്കുള്ളതെല്ലാം ദൈവം മുന്നമേ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ദൈവത്തെക്കാൾ കൂടുതൽ ഭാരം ഞാൻ എന്തിനു വെക്കണം? നിന്റെ ഭാരം എന്റെ മേലെ ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാലും പണ്ട് ഒരു വല്യമ്മ കാളവണ്ടി പോയിപ്പോ ചെയ്ത പോലെ പുല്ലും കെട്ടി ചുമന്ന് കൊണ്ട് പോകുന്ന വല്യമ്മയോട് പറഞ്ഞു, കാളവണ്ടി കയറിക്കോ, ഈ ഭാരം ചുമക്കണ്ടെന്ന് പറഞ്ഞു. വല്യമ്മയിൽ കയറി. തലയിൽ എന്തുണ്ടായിരുന്നു? പുല്ലും കെട്ടുണ്ടായിരുന്നു. കാളവണ്ടിക്കാർ തിരിഞ്ഞു നോക്കുമ്പോൾ വല്യമ്മയുടെ തലയിൽ എന്തുണ്ട്? ഈ ഭാരം ചുമക്കാതിരിക്കാനാണ് പുള്ളിയെ കയറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മുടെ കാര്യം, നിന്റെ ഭാരം ഇങ്ങോട്ട് തന്നാളെന്ന് പറഞ്ഞാലും നമ്മൾ പോകുമ്പോൾ അതുകൊണ്ട് പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഭാരമില്ലാത്ത ജീവിതം നമുക്ക് പറ്റത്തില്ല. പാപമുള്ളത് കൊണ്ടാണ് നമ്മള് പാപം ചെയ്യുന്നത്. ഒരു മദ്യപാനി പിന്നെയും മദ്യം കുടിക്കുന്നത് എന്തുകൊണ്ടാ? ആ മദ്യാസക്തി കിടക്കുന്നോണ്ടാ. ഒരു പുകവലിക്കാരൻ പിന്നെയും പുകവലിക്കുന്നത് എന്തുകൊണ്ടാ? ഇനി ഞാൻ വീടി വലിക്കില്ല എന്ന് പറഞ്ഞ് വീടി നിർത്തും. പക്ഷെ കുറെ കഴിയുമ്പോൾ എന്താ വലിക്കാൻ കാരണം? ആസക്തി ഉള്ളിൽ കിടക്കുന്നോണ്ടാ. പാപം നമ്മിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് പാപം ചെയ്യുവാനും പാപത്തിലേക്ക് ചാഞ്ഞു കിടക്കുകയുള്ളൂ. അതുകൊണ്ട് നീതിയുടെ വിശുദ്ധി, നന്മ നമ്മിലുണ്ടെങ്കിൽ നന്മ ചെയ്യും, നീതി ഉണ്ടെങ്കിൽ നീതി ചെയ്യും, വിശുദ്ധി ഉണ്ടെങ്കിൽ വിശുദ്ധി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ പറയുമ്പോൾ ആദ്യത്തെ 3:2 ഒന്ന് വായിക്കാം. ഫിലിപ്പിയർ 3:2. നായ്ക്കളെ സൂക്ഷിക്കണം, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം, വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഹൃദയത്തിൽ പരിച്ഛേദനം ചെയ്തവരാ, നമ്മൾ വീണ്ടും ജനിച്ചവർ. ഈ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? പിന്മാറ്റക്കാരാ. നായ്ക്കള്, പന്നികൾ എന്ന് പറഞ്ഞാൽ അവര് തിന്നത്
ഛർദിക്കുന്നു, ഛർദിച്ച് വീണ്ടും ഭക്ഷിക്കുന്നു, കുളിക്കുന്നു, ചെളിയിൽ കിടക്കുന്നു, വീണ്ടും കുളിപ്പിക്കുന്നു, വീണ്ടും ചെളിയിൽ കിടക്കുന്നു. അതാണ് നായ്ക്കൾ. പിന്മാറ്റക്കാരെന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ സഹോദരന്മാരും നമ്മുടെ വിശ്വാസ സഹോദരന്മാരും ഒരു വ്യക്തി പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ പോയ വ്യക്തിയുമായി നമ്മൾ ബന്ധപ്പെട്ടത് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ സഭയിലെ ശുശ്രൂഷികളെയും വിശ്വാസികളെയും ഈ പ്രവർത്തനത്തെ ആയിരിക്കും. എന്തിനാ അത് പറയണേ? ഞാൻ എന്തായാലും പിനി പോന്നല്ലോ, ഇനി ഓരോരുത്തർ എന്റെ കൂടെ പോരണം. ഒരു പിന്മാറ്റക്കാരന്റെ ലക്ഷ്യം മുഴുവനും മറ്റുള്ളവരെ പിന്മാറ്റത്തിൽ കൊണ്ടുവരാനാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്മാറ്റക്കാരനായി നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. നമ്മൾ ആ കൂട്ടുകെട്ട് നമ്മൾ എന്തിനാ ഉപേക്ഷിക്കണം. പണ്ട് ഞാൻ ഒരാളുമായിട്ട് കള്ളു കുടിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോ ഞാൻ കള്ളുകൂടി നിർത്തി. പക്ഷെ എനിക്ക് അയാൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. അയാൾ എന്നോട് പറഞ്ഞു, ഷാപ്പിൽ നീ വന്നാ മതി, നീ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. പക്ഷെ ഞാൻ കുടിക്കും, നിനക്ക് കുടിക്കേണ്ട വേണ്ട, ഒരു ഇറച്ചിക്കറി നിനക്ക് തരാം. ഇറച്ചിക്കറി കഴിച്ചുകൊണ്ടിരുന്നപ്പോ അയാൾ പറഞ്ഞു, ഒരു തുള്ളി കുടിച്ചോ, കറിക്കൊരു കൂട്ടായിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു, അന്ന് ഒരു ഗ്ലാസ് ഒഴിച്ചോ. പിന്നെ എന്താ പറയുന്നത്? എന്തായാലും കുടിച്ചില്ലേ, കുടിച്ചു പോയില്ലേ, അങ്ങോട്ട് ഒഴിച്ചോ. അപ്പൊ ആ കൂട്ടുകെട്ട് നീ അതിൽ നിന്ന് വിട്ടെങ്കിൽ പിന്നെ അതുമായിട്ട് നിനക്ക് ബന്ധം ഉണ്ടായാൽ പിന്നെ നീ ആ പാപത്തിലേക്ക് പിന്നെ വീഴും. നമ്മള് പഴയ മനുഷ്യൻ എപ്പോഴും നമ്മുടെ കൂടപ്പറപ്പായിട്ടുണ്ട്. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ പോരാട്ടം നമ്മുടെ ജഡത്തോടാണ്, അല്ലെ? ഈ ജഡം, പഴയ മനുഷ്യൻ, വീണ്ടും ജനിക്കാത്ത മനുഷ്യൻ, വീണ്ടെടുക്കാത്ത മനുഷ്യൻ, വീണ്ടും രൂപാന്തരപ്പെടാത്ത മനുഷ്യൻ, താഴ്ചയുള്ള മനുഷ്യൻ. ഈ താഴ്ചയുള്ള മനുഷ്യനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെതൽ കുത്തുന്ന പോലെ രോഗങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും വരുന്നത്. ജോബിന്റെ പുസ്തകം 14:1 വായിച്ചു നോക്കിയാൽ സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണനാണെന്ന് അവിടെ കാണാം. ജോബിന്റെ പുസ്തകം 14:1. ഇനി ഫിലിപ്പിയർ 3:3 വായിച്ചു നോക്കിയാൽ. ഫിലിപ്പിയർ 3:3. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വചനം കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, വചനം നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് ആത്മാർത്ഥമായി കൈകൊട്ടി ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആരാധന ഭാരമുണ്ടാകില്ല. ആരാധനയ്ക്ക് നമ്മൾ ബലം കൊടുക്കേണ്ട. ഞാൻ ഒന്ന് പറയട്ടെ, വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് എന്നാ വിശർപ്പുള്ളത്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ആ വണ്ടിയിലിരുന്ന് ഓടിക്കല്ലേ, മറ്റു യാത്രക്കാരെ പോലെ അയാളും അതിൽ തന്നെ കുടുങ്ങി സുഖമായിട്ട് പോവുകയല്ലേ. എന്നാൽ വാഹനത്തിലെ എഞ്ചിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടാൽ ആ വാഹനം തള്ളുമ്പോൾ അദ്ദേഹം വിശർക്കേണ്ടി വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ പ്രാർത്ഥനയ്ക്ക് മണിക്കൂറല്ല, എത്ര മണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചാലും മതിയാവില്ല. ഞാനിപ്പോ 50ാമത്തെ പുസ്തകമാണ് വായിക്കണം. ഉൽപ്പത്തി മുതൽ ഇപ്പോൾ വായിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 50ാമത്തെ പുസ്തകം. പഴയ 39 പുസ്തകമാണ്, പുതിയ നിയമത്തിലെ 27 പുസ്തകമാണ്. ഇതിപ്പോ 50ാമത്തെ പുസ്തകം. ഇനി 16 പുസ്തകം കൂടി തന്നെ ഇത് തീരും. കാരണം എന്താണെന്നറിയോ? കാഴ്ച തന്ന ദൈവത്തിന് നന്ദി സൂചകമായി ഈ കണ്ണുള്ള കാലം മുഴുവൻ വായിക്കേ. കണ്ണിന്റെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും കണ്ണിന്റെ കാഴ്ച പോകണം. ഇനി കണ്ണിന്റെ കാഴ്ച പോയില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ഒരു പകൽക്കാലം നിന്റെ വീട്ടിൽ നിന്ന് അകത്ത് നിന്ന് നീ പുറത്തേക്ക് ഒന്ന് കണ്ണടച്ച് നടന്നു വാ. അപ്പൊ അറിയാം നീ തപ്പി വരുന്നതും വീഴുന്നതും കാണാം. പ്രൈസ് ലോർഡ്. എത്ര പരിചയമുള്ള സ്ഥലമാണെങ്കിലും നിന്റെ കാഴ്ചയില്ലെങ്കിൽ പോയില്ലേ കാര്യം. പ്രൈസ് ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്ന നാവ് തന്ന, ചെവി തന്ന, ബുദ്ധി തന്ന, ഓർമ്മ തന്ന, കാഴ്ച തന്ന, ആരോഗ്യം തന്ന ഈ ദൈവത്തിന് നന്ദി കരേറ്റുന്നതാണ് ആരാധന. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഒന്നും നമുക്ക് ഉണ്ടാക്കാനോ ചെയ്യാൻ കഴിയില്ല. ഒരു കുടുംബം ഭദ്രമായി പോകണമെങ്കിൽ ദൈവസഹായം വേണം. ഒരു കുടുംബകാര്യം ഭദ്രമായി, ഭാര്യ, ഭർത്തൃ, മക്കളെല്ലാം വ്യത്യസ്തമാണ്, വ്യത്യസ്ത ശൈലിയാണ്, വ്യത്യസ്ത സ്വഭാവമാണ്. ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ ദൈവ സഹായം നമുക്ക് ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ഒരു കാലം വിശ്വാസികളുടെ ഇടയിലും അവിശ്വാസികളുടെ ഇടയിലും. പ്രൈസ് ലോർഡ്. ഞാനിപ്പോൾ അത് അങ്ങോട്ട് നീട്ടുന്നില്ല. ഇവിടെ
ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. 3:3 പറയുന്നു, നാമല്ലോ ക്രിസ്തുവേശുവിലാണ് നമ്മുടെ പ്രശംസ. ക്രിസ്തുവേശു 24 വർഷം ആയിട്ട് ഇവിടെ ആരംഭിച്ച സഭയാണ്. ഇപ്പൊ ഒരു 21 വർഷം 23 വർഷം 2000-ലാണ് 2000-ലാണ് ജീസ് മീറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ 2001 പ്രൈസ് 23 വർഷത്തിനുള്ളിൽ ഇപ്പൊ ബോർവിലടക്കം ഓരോ കാര്യങ്ങളും ഇങ്ങനെ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഒരു കാര്യത്തിലും ഞാൻ ഇതിൽ 1-2 പേരെ 2-3 പേരെ പെട്ടെന്ന് പേരെടുത്ത് പറയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. സീന സഹോദരി ആയാലും തങ്കച്ചൻ ബ്രദർ, ടോമി ബ്രദർ, ഇവരെല്ലാം ആദ്യകാല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു പെട്ടിട്ട് കഴിഞ്ഞ 23 വർഷമായിട്ട് ഇത്രയും വർഷമായിട്ട് ഇതിലെ കല്ലുകളായിട്ട് തന്നെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ വീട്ടിലെ പോരായ്മ കണ്ടിട്ട് നമ്മൾ പുറത്തു വരുത്, പോരായ്മയെ പരിഹരിക്കാൻ നിൽക്കലാണ് നമ്മുടെ ജോലി. മനസ്സിലാവുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആദ്യത്തെ 2ാമത്തെ വാക്യത്തിൽ പറഞ്ഞു 3 കാര്യം. നായ്ക്കളെയും സൂക്ഷിക്കണവർ. എന്താ ആകാത്ത വേലക്കാർ? ആകാത്ത വേലക്കാർ എന്ന് പറയുന്നത് എന്താ? ദുരുപദേഷ്ടക്കൻ. ഇപ്പൊ യഹോവ സാക്ഷികൾ പറയുന്നത് വെച്ചാൽ ഒരു യഹോവയുള്ളെന്ന്. യേശുനാമക്കാർ പറഞ്ഞത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ ഒരു യേശു ഉള്ളെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്കരെ പറഞ്ഞു വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിന്നെ അവരെ സഹായിക്കാൻ സഹരക്ഷിയ അമ്മ തുടങ്ങി ഇപ്പൊ ഈ അടുത്ത കാലത്ത് അവസാനം കുഴിയിൽ നിന്ന് പുറത്തേക്ക് കയറ്റി എവപ്രസേമി വരെ ചാവറച്ചൻ വരെ ഉണ്ടെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഹല്ലേലൂയ, നമ്മളോട് വചനം പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകദൈവമാണ്. പിതാവിൽ തന്നെയാണ് പുത്രനും, പുത്രനിൽ തന്നെയാണ് പരിശുദ്ധാത്മാവും. അത് ഒറ്റ വാക്കി പറയും. 1 യോഹന്നാൻ 5:20 ഒന്ന് വായിച്ചു. 1 യോഹന്നാൻ 5:20. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്നും 1 യോഹന്നാൻ 5:20 അല്ലേ? 1 യോഹന്നാൻ 5:20. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. മതി. സത്യദൈവവും നിത്യജീവനുമാകും. യോഹന്നാൻ 10:30 എന്ന് വായിച്ചേ. യോഹന്നാൻ 10:30. ഞാനും പിതാവും ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് വാക്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ ഇന്നൊരു ദിവസം വരുമ്പോൾ ഞാൻ ആ വിഷയം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെ ആ യഹോവ യേശുനാമക്കാർ, ഞാൻ ഇവരൊന്നും പറയുന്നതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് കണ്ണില്ലാത്തവൻ ആനനെ കണ്ടതുപോലെയും ഇങ്ങനെ ഒക്കെയുള്ള ഒരു ആവാണ്. ഞാൻ കണ്ണില്ലാത്തവൻ കണ്ടപ്പോൾ കൈ പിടിച്ചത് എന്തായിരുന്നു? ഒരാൾ പിടിച്ചത് എന്താണ്? ആ തുമ്പിക്കയാണ്. അതൊരു കാല് തന്നെയാണ്. ഒരാൾ പിടിച്ചും ചെവിയാണ്. ആ നല്ലൊരു മുറമാണ്. ആനൊരു മുറം പോലെ ഇരിക്കണം. മനസ്സിലാവുണ്ടോ? പിന്നെ ആനയുടെ വാലും പിടിച്ച് പറഞ്ഞു ആനൊരു ചൂല് പോലെയെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെയാണ് പലരും കണ്ടതുപോലെ കണ്ടത്. പക്ഷെ ദൈവവചനത്തിലെ ഈ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അനേകര് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഈ വചനത്തിൽ. ഞാൻ 1998 1.5 മാസത്തെ ഒരു കോഴ്സിന് ഡിവിയൻ ധ്യാനകേന്ദ്രത്തിലെ ബൈബിൾ കോളേജിൽ പഠിക്കാനാണ് വന്നത്. എനിക്കൊരു ആഗ്രഹം ബൈബിൾ കോളേജ് ഒന്ന് പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ബാച്ചിൽ ഞാൻ ഒന്ന് പഠിക്കാൻ പോയി. പ്രൈസ് ദി ലോർഡ്. മൈക്കിൾ കാര്യമറ്റ അച്ഛനൊക്കെയാണ് അന്ന് ഇതാണ്. പലരും ഡോക്ടറേറ്റാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ എത്ര ഡോക്ടറേറ്റ് എടുത്തിട്ടും ദൈവശാസ്ത്രത്തിൽ വൻ ബിരുദം എടുത്തിട്ടും ഇതുവരെയും ദൈവവചനത്തിന്റെ അന്തസത്ത ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? പൗലോസ് പറഞ്ഞു ഇതെനിക്ക് മർമ്മമാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ? ഇത് ഡോക്ടറേറ്റ് എടുത്തെന്നറിയില്ല. കണ്ണ് തുറക്കാത്തോണ്ടല്ലേ കളിമൺ പ്രതിമയെ തൊട്ട് മുത്തുന്നത്. ഇന്നലെ പണിതിട്ട് ഇന്ന് പെയിന്റ് അടിച്ച പ്രതിമയാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണമെങ്കിൽ ഈ കണ്ണിന് പറ്റില്ല, ഉൾക്കണ്ണ് തുറക്കണം. ഉൾക്കണ്ണ് തുറക്കുമ്പോൾ മാത്രമേ ഈ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ആരാണെന്ന് തിരിച്ചറിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ഉയർപ്പും യേശുക്രിസ്തു രക്ഷകനാണെന്നുള്ള കാര്യം പിശാചിനെ അറിയാമെങ്കിൽ മറിയത്തിന്റെ ഡെലിവറി ആദ്യം തടഞ്ഞ. യേശുക്രിസ്തു മരിച്ചാൽ സകല ജനത്തിന് രക്ഷ കിട്ടുമെന്ന് അറിയാമെങ്കിൽ യേശുവിനെ കൊല്ലാതെ നോക്കിയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് അനേകരെ നിത്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അത് അനേകരുടെ വിശ്വാസത്തിന് കാരണമാകുന്നു. ആ വിശ്വാസം സകലരും ദൈവത്തിലേക്ക് ആകർഷിക്കുന്നതായിരിക്കുമെന്നുള്ള ബോധ്യം പിശാചുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ആ കല്ലറ ഒരിക്കലും തുറക്കാതിരിക്കത്തക്ക വിധത്തില് പിശാച് പരമാവധി അവിടെ പരിപാടി നടത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പിശാചിന് അറിയില്ല മക്കളെ. പിശാച് ഒരു ദൂതൻ മാത്രമായിരുന്നു, അതും ശാപം കിട്ടിയ ഒരു ദൂതൻ. പണ്ട് അവന് കൊടുത്തൊരു ചെറിയ കൃപാവരങ്ങളുണ്ടല്ലോ, അതിട്ടാണ് ഈ അത്ഭുതം ചെയ്യണേ. അതിട്ടിട്ട് ഇങ്ങനെ കൃപാസനം നടത്തുന്നു. അപ്പോൾ തന്നെ കുറെ പേര് കൃപാസനം. മറിയത്തിന് കൃപ ലഭിച്ചിട്ടുള്ളൂ, ഒരിക്കലും ആർക്കും കൃപ കൊടുക്കാനുള്ള കൃപ അവളുടെ കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര അത്ഭുതമല്ലേ നടക്കണേ. കുരിശ് പൊന്തും, പലതും പൊന്തും. ദൈവമക്കളെ, ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? സ്വർഗം സന്തോഷിക്കുന്ന അത്ഭുതം എന്താണെന്നറിയോ? ഒരു പാപിയുടെ മാനസാന്തരമാണ്. ഇന്ന് മാനസാന്തരം ഉണ്ടോ ഇവിടേക്ക്? മാനസാന്തരം ഇല്ല. മാനസാന്തരപ്പെടുത്താൻ ആർക്കും കഴിയില്ല, പിശാചിന് കഴിയില്ല. പിശാചിന്റെ കയ്യിലുള്ളത് തരാൻ പറ്റുള്ളൂ. കയ്പ്, വെറുപ്പ്, പാപം, പരദൂഷണം, തിന്മ, അവന്റെ കയ്യിൽ സമാധാനമില്ല. അവന്റെ കയ്യിൽ നിത്യജീവനില്ല. ജീവൻ എടുക്കാൻ മാത്രം അവന് കഴിയുള്ളൂ, ജീവൻ കൊടുക്കാൻ അവന് കഴിയില്ല. സമാധാനം ഇല്ലാണ്ടാക്കാൻ അവന് കഴിയുള്ളൂ, സമാധാനം കൊടുക്കാൻ കഴിയില്ല. സ്നേഹം അവന് കൊടുക്കാൻ കഴിയില്ല, വെറുപ്പ് അവന് കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ നമ്മ അറിയാതെ സ്നേഹിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, സ്വന്തം കഴിവുകൊണ്ട് ആരും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ലെന്നേ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി 5:9. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോഹന്നാൻ 14:27 പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോന്നു. ദൈവം എനിക്ക് സമാധാനം തന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളൊന്നും പറയാറില്ല, ഒന്നും മിണ്ടാണ്ടിക്കണ മോനെ, ഒന്ന് സമാധാനപ്പെടും മോനെ. അവനെ പറയട്ടെ, അവന് സമാധാനം ഇല്ലല്ലോ. അവൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അവന് സമാധാനം ഇല്ലാത്തോണ്ടാ. ഒന്ന് അടങ്ങും മോനെ, അടങ്ങ്. എങ്ങനെ അടങ്ങണേ? ഇന്നലെ ഒരു പാപ്പാനോട് കിന്നാരം പറഞ്ഞ് നടന്ന ആന ഇന്ന് പാപ്പാൻ എടുത്തെറിയ പദം പൊട്ടി. അടങ്ങാനെന്ന് പറഞ്ഞ അടങ്ങാൻ പറ്റണ്ടേ? പ്രൈസ് ദി ലോർഡ്. കഞ്ഞിവെള്ളം കുടിക്കുകയും കള്ളു കുടിക്കുകയും ചെയ്യുന്നവർ രണ്ട് സുഖാവൃത്തിൽ എടുത്ത് കാണിക്കും. കഞ്ഞിവെള്ളം കുടിക്കുന്ന ഊർജ്ജത്തോടെ അകത്ത് ജോലി ചെയ്യും, കള്ളു കുടിക്കുന്നവർ ജോലിയെല്ലാം തടസ്സപ്പെടുത്തി ആകെ പ്രശ്നം ഉണ്ടാകും. രണ്ടും വെള്ളം തന്നെയല്ലേ, മാറ്റം വന്നില്ലേ? കളർ കൊണ്ട് വന്നേന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനത്തിൽ നിന്ന് നീങ്ങിപ്പോണ്ട് പെട്ടെന്ന് വേഗത്തിൽ വരാം. ഫിലിപ്പിയർ 3:7 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞു, ഞാൻ എല്ലാം ചപ്പു ചവറെന്ന് എണ്ണുന്നു. എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എൻ്റെ അറിവ്, എൻ്റെ പാണ്ഡിത്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ തീഷ്ണത, ആ പഴയ നിയമത്തോളം തീഷ്ണത, ന്യായപ്രമാണത്തോളം തീഷ്ണത, എല്ലാം ഞാൻ ചപ്പും ചവറെന്നു. ഞാനിപ്പോൾ ക്രിസ്തുവിനെ നേടിയിരിക്കുന്നു, ക്രിസ്തു എന്നെ നേടിയിരിക്കുന്നു, ഞാനിപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്നു, ക്രിസ്തു എന്നിലിരിക്കുന്നു. ഞാൻ ഇനി ക്രിസ്തുവിന് വേണ്ടി എല്ലാം വിട്ട് ചപ്പു ചവറെണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഓടുന്നു. ക്രിസ്തു എനിക്ക് നൽകിയ ആ ക്രിസ്തുവിനോട് ചേരുവാൻ, ആ ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ, ആ ക്രിസ്തു ആയിരിക്കുന്നിടത്തേക്ക് ചെന്നെത്തുവാൻ, ആ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എല്ലാം വിട്ടോടുന്നു. ഞാൻ നേടിയെന്നല്ല. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകത ഉണ്ട്. നന്നായി ഓടിയാലും ട്രാക്ക് തെറ്റിക്കഴിഞ്ഞാൽ സമ്മാനം പോകും, ശരിയല്ലേ? രണ്ടാമത് ഈ ഓട്ടം ഓടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓടിയാലും പോക്കാം. പിന്നെ ഓടുന്ന വ്യക്തി പിന്നിൽ, എൻ്റെ പിന്നിൽ അവരെത്തിയോന്ന് നോക്കിയാലും ബുദ്ധിമുട്ടാണ്. ഓടുന്ന വ്യക്തി ഒറ്റ ഉള്ളൂ, ഒന്ന് ട്രാക്ക് തെറ്റാതെ ഓടണം. 2, അവിടെ ഒരു മാർക്ക് ഇട്ടുണ്ട്, ആ മാർക്കിൽ ആദ്യം എത്താൻ വേണ്ടിയുള്ള ഓട്ടം ഓടണം. പ്രൈസ് ദി ലോർഡ്. ഇതിനെ പറയുന്ന പേരാണ് ഏകാഗ്രത. ഒരു ഏകാഗ്രതയോട് കൂടി ആയിരിക്കും. നമ്മൾ രക്ഷപ്പെട്ടു എന്നും രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും
ഒരു കാര്യം മനസ്സിലാക്കണം, മീൻ ഈ പുഴയിൽ നിന്ന് മീൻ പിടിച്ച് ചൂണ്ടക്കാർ മീൻ പിടിച്ചിട്ട് അത് കരക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ചൂണ്ടിടുന്ന നേരത്ത് ഈ മീൻ കൊട്ടയിലല്ലെങ്കിൽ അറിയാണ്ട് പിന്നെയും ചാടി വെള്ളത്തിൽ വീഴും. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ടു കരക്കിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ ആദ്യത്തെ വെള്ളത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. പ്രൈസ് ലോർഡ്. ആ 13-14 വാക്യം വായിക്കാം. 3:13-14. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി രാജ്യത്തേക്ക് ഓടുന്നു. അതിന്റെ 7ാമത്തെ വാക്യം പറഞ്ഞു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിരിക്കുന്നു. ഒന്ന്, ഞാൻ ഛേദമെന്നിരിക്കുന്നു, ലാഭങ്ങളെല്ലാം. പ്രൈസ് ലോർഡ്. 2, അതിന്റെ 9ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. അതിന്റെ 8ാമത്തെ വാക്യം വായിക്കും. 8ാമത്തെ വാക്യം, അത്രയുമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ലോകപ്രകാരം എത്ര സമ്പത്തുണ്ടാക്കി എന്നുള്ളതല്ല ഈ വിശ്വാസ ജീവിതത്തിന്റെ മാനദണ്ഡം. ഈ വിശ്വാസ ജീവിതത്തിൽ നാം എത്രമാത്രം ആത്മീയനായി, എത്രമാത്രം ആത്മീയമായി സമ്പാദ്യമുണ്ടായി, എത്രമാത്രം വിശുദ്ധിയിലുണ്ടായി, എത്രമാത്രം വിശുദ്ധനായി തീർന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വേല നിമിത്തം എപ്പഫ്രാദിത്തേസ് മരണത്തോളമായെന്നും രോഗിയായെന്നും ഫിലിപ്പിയർ 2:27-30 വാക്യം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് അനേകർ കർത്താവിന്റെ വേല നിമിത്തം എത്രയോ കോടീശ്വരന്മാരായി എന്നറിയോ. പക്ഷെ ഒരു കാര്യം മനസ്സിലായോ, അവരുടെ ആത്മീയം നഷ്ടപ്പെട്ടു. സംഘടനയുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് സഭയായത്. ഇപ്പൊ സഭ എല്ലാം ആയപ്പോൾ അവരെന്നറിയോ, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയില്ല, പൊന്നില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. എല്ലാം കൊടുത്തു, എല്ലാവർക്കും എല്ലാം ആയിത്തീർന്നു. പക്ഷെ അവസാനം അവര് ഈ സംഘടനയിലേക്ക് തിരിച്ചു വന്നപ്പോഴെന്നറിയോ, ഈ ഭൂമിയിലുള്ളത് എല്ലാം നേടാൻ തുടങ്ങി. ഭൂമിയിലുള്ളത് നമ്മൾ നേടുമ്പോൾ നമ്മുടെ ആത്മീയത നഷ്ടമാകും. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, അപ്പോസ്തലന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഈ പൗലോസ് സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ലായിരുന്നു. ആ ന്യായപ്രമാണ സംബന്ധമായിട്ടും അറിവ് സംബന്ധമായിട്ടും പണസംബന്ധമായിട്ടും എല്ലാം കൊണ്ടും ഒരു വ്യക്തിത്വം അതിനുണ്ടായിരുന്നു. പക്ഷേ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ഒരു ദൈവത്തിൽ ചെന്ന് പ്രാപിച്ചപ്പോൾ, ദൈവിക വെളിപ്പാട് അവൻ ലഭിച്ചപ്പോൾ, 3ാം സ്വർഗം വരെ എടുക്കപ്പെട്ടപ്പോൾ, സ്വർഗീയമായത് അവൻ ദർശിച്ചപ്പോൾ, സ്വർഗീയമായ ആത്മാവിന്റെ ചൈതന്യം അവനിൽ വന്നപ്പോൾ, അവനിൽ ആ ദൈവിക ദൃഷ്ടി അവനിൽ പ്രകാശം ചെയ്തപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഈ ജഡത്തെ, ഈ മൺമയമായതെല്ലാം, ഈ മണ്ണിലുള്ളതെല്ലാം മായാണ്, ഇതെല്ലാം വെറും വിട്ടേച്ചു പോകണം, ഇതെല്ലാം എന്താണ്, ചപ്പ് ചവറാണ്. ഈ ചപ്പ് ചവറാണെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ്. എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത പത്രോസ് മനസ്സിലായി, ഈ ചപ്പ് ചവറിനെ വെറുതെ വിടണ്ട, കത്തിച്ചു കളയണമെന്ന്. മനസ്സിലായ, ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു പത്രോസ് പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ആക്രിക്കാരൻ്റെ വിട്ട് ഒരു ചാക്കുമായിട്ട് ഇതിങ്ങനെ പറക്കി ചാക്കിലിട്ടുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ ഇങ്ങനെ പറക്കി വരുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു സത്വം പറഞ്ഞു, ഒരാളോട് പറഞ്ഞു, ഞാൻ ഒരു ഗുഹയിൽ നിന്നെ കൊണ്ടുപോവാം, ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടെ നിന്ന് ഇപ്പം പട്ടിണി പരിവട്ടമായല്ലോ, ഞാൻ ഒരു ഗുഹയിൽ കൊണ്ടുപോവാം, 1 മണിക്കൂർ സമയം തരും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ 1 മണിക്കൂർ സമയമുള്ളൂ. ചെന്നപ്പോൾ ചെമ്പ് കണ്ടു, ആക്രാന്തം കൊണ്ട് ചെമ്പിട്ടു. കുറച്ച് കഴിയുമ്പോൾ സ്വർണ്ണം കണ്ടു, ചെമ്പ് മാറ്റി സ്വർണ്ണം എടുത്തു. അത് കഴിയുമ്പോൾ രത്നങ്ങളായി. ചുരുക്കി പറഞ്ഞ് ഒന്നിനൊന്നും മെച്ചോളം പിന്നെ കണ്ട് ഇത് പറക്കി വന്ന് ഗുഹാമുഖത്തേക്ക് ഇങ്ങനെ ഏറ്റി വന്നപ്പോൾ ഗുഹാമുഖം അടഞ്ഞുപോയി. ആകെ 1 മണിക്കൂറുള്ള കാര്യം മറന്നുപോയി. നമ്മുടെ ജീവിതം കുറച്ചു കാലമുള്ളൂ. ഈ കുറച്ചു കാലം കൊണ്ട് നമ്മൾ മരിക്കുന്ന ഉപ്പാട് തന്നെ ഈ ദൈവം എടുക്കപ്പെടും മുമ്പേ നമ്മുടെ വിശുദ്ധിയും നീതിയും വിട്ട് കളയരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 2-3 വാക്യം ഞാൻ ഈ പ്രസംഗിക്കുന്നില്ല. 2-3 വാക്യം പെട്ടെന്ന് നിങ്ങൾ വായിക്കണം. ഫിലിപ്പിയർ 2:16 വായിക്കാം. ഒരാൾ ഫിലിപ്പിയർ 2:16 വായിക്കാം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. പ്രൈസ് ലോർഡ്. 1 കൊരിന്ത്യർ 9:24 വായിക്കാം. 1 കൊരിന്ത്യർ 9:24. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ. പ്രൈസ് ലോർഡ്. ഗലാത്യർ 5:7 വായിക്കാം. ഗലാത്യർ 5:7. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. പ്രൈസ് ലോർഡ്.
2 തിമോത്തി 4:7 വായിക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, ഓട്ടം തേച്ചു, വിശ്വാസം കാത്തു. വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി. ഓ പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ ചിരിക്കരുത്. ഞാൻ അവസാനത്തെ ഒരു വാക്കുകൂടി പറയണം. ചിരിച്ചു പോണൊരു കാര്യമാണ്. ഒരിക്കലും ഒരു അച്ഛൻ അവസാനം മരിച്ചുപോയ ചാക്കിന് വേണ്ടി ഒപ്പിച്ച് ചെല്ലായിരുന്നു. ഒപ്പിച്ച് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചാക്കു നല്ല ഓട്ടം ഓടി, അവൻ നല്ല ഓട്ടം ഓടി, അവൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഇനി ജീവിതം അവനാണെന്ന് പറഞ്ഞു. അപ്പം മരിച്ച ആളെ കാണാൻ വന്ന പലരും ചിരിച്ചു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ആ ഓടിയത് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും, പോലീസ് ഒന്ന് ഓടിയത് കിണറിൽ വീണാണ് ചത്തത്. അവൻ്റെ ഓട്ടത്തെക്കുറിച്ച് അവിടെ ഉള്ളവർക്കറിയാം, പക്ഷെ ഇത് അച്ഛനറിയില്ല. അച്ഛൻ ഈ വചനം എടുത്ത് പറഞ്ഞു, ഇതുപോലെ ഒന്നും നമ്മൾ ഓടിയിട്ട് അവിടെ എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കളെ ഉപസംഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.